വീണ്ടും ഒരു ദേശീയ ദിനാഘോഷത്തിൻ്റെ ലഹരിയിലാണ് ബഹ്റൈൻ. ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉപജീവനത്തിനായി ജോലിയെടുക്കുന്ന ഈ നാടിൻ്റെ എല്ലാ ആഹ്ലാദ മുഹൂർത്തങ്ങളിലും അവരുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇസാ ടൗണിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഇതാകുന്നു ബഹ്റൈൻ എന്ന പരിപാടി പ്രവാസികൾ അവരുടെ പങ്കാളിത്തം കൊണ്ട് ഒരാഘോഷം തന്നെയാക്കി മാറ്റി. ബഹ്റൈൻ്റെ 44-ാം ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രവാസികളുടെ കൂട്ടായ്മയായ ബഹ്റൈൻ ഫെഡറേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ ഒരുക്കിയ പരിപാടിയായിരുന്നു ദിസ് ഈസ് ബഹ്റൈൻ. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയായിരുന്നു മുഖ്യാതിഥി. ഓരോ പ്രവാസിയും രാജ്യത്ത് പ്രവേശിക്കുന്നതു മുതൽ ബഹ്റൈൻ പൗരന്മാരെ പോലെ തന്നെ പരിഗണിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. نحتفل بأعيادنا الوطنية وعسى الله أن يدوم عليكم صحة وسلام وجلالة الملك يسلم عليكم سلام كثير يبارك لكم. The question, why is His Majesty doing this? Because the moment you reach to Bahrain, you are a Bahraini. ബഹ്റൈൻ്റെ വികസനത്തിന് പ്രവാസി സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ പ്രകീർത്തിച്ചു. മാനുഷികമായ നിലപാടുകളും സഹവർത്തിത്വ മനോഭാവവും കാലങ്ങളായി ബഹ്റൈനിൻ്റെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം പ്രവാസികൾക്ക് നൽകി വരുന്ന പിന്തുണക്ക് രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസാ അൽ ഖലീഫയോടും ഭരണകൂടത്തോടും ഏറെ കടപ്പാടും നന്ദിയുമുണ്ടെന്ന് സംഘാടകരായ ബഹ്റൈൻ ഫെഡറേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ബെറ്റ്സി മതീസൺ പറഞ്ഞു. To meet everyone who loves the Kingdom of Bahrain. We also would like to say thank you to His Majesty King Hamad bin Isa Al Khalifa. بلادنا البحرين تراعينا قلب يهيم بنا عين تدارينا بلادنا البحرين تراعينا قلب يهيم بنا عين تدارينا. വിവിധ മതവിശ്വാസങ്ങളോടും സമൂഹങ്ങളോടും ബഹ്റൈൻ എന്ന രാജ്യം പുലർത്തിവരുന്ന സഹവർത്തിത്വത്തിന്റെ സന്ദേശം വിളിച്ചോതി വിവിധ രാജ്യങ്ങളിൽ നടത്തിവരുന്ന പ്രത്യേക പരിപാടിയാണ് ദിസ് ഈസ് ബഹ്റൈൻ. ബഹ്റൈനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും രാജ്യത്തിന്റെ ശരിയായ ചിത്രം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇതിനകം വിവിധ രാജ്യങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇസാ ടൗണിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ അവതരിപ്പിച്ച കലാവിരുന്നുകളായിരുന്നു മുഖ്യ ആകർഷണം. തങ്ങളേറെ സ്നേഹിക്കുന്ന ബഹ്റൈൻ എന്ന രാജ്യത്തോടുള്ള ആഭിമുഖ്യവും സ്നേഹവും പ്രകടമാക്കി ആയിരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും വിവിധ സർക്കാർ ഏജൻസികളുടെയും സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപ്രകടനങ്ങൾ വർണ്ണശബളമായിരുന്നു. ബഹ്റൈനിൽ അധിവസിക്കുന്ന വിവിധ രാജ്യക്കാരുടെ സാംസ്കാരിക വൈവിധ്യം പ്രതിഫലിച്ച കലാപരിപാടികളിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇന്ത്യക്കാരായ പ്രവാസികൾ അവതരിപ്പിച്ച നൃത്തപരിപാടികൾ സ്വദേശികളടങ്ങുന്ന സദസ്സ് ഹർഷാരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. രാജ്യത്തിന്റെ യശസ്സിനെയും ഭരണകൂടത്തിന്റെ പുരോഗമനോന്മുഖമായ കാഴ്ചപ്പാടിനെയും പ്രകീർത്തിക്കുന്ന സന്ദേശങ്ങളാണ് ഓരോ കലാപരിപാടിയും നൽകിയത്. ബഹ്റൈനിന്റെ ദേശീയ പതാകയോടൊപ്പം
ഇന്ത്യയുടെ പതാകകളും പരിപാടി കാണാനെത്തിയവരുടെ കൈകളിലുണ്ടായിരുന്നു. ബഹ്റൈനിന്റെ ദേശീയ പതാകയിലെ ഇരുവർണ്ണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബഹ്റൈനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചത്. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പങ്കുവഹിക്കുന്ന തങ്ങളുടെ പ്രാതിനിധ്യം കൂടിയാണ് വിവിധ കലാപരിപാടികളിലൂടെ പ്രവാസികൾ പ്രകടമാക്കിയത്.